എല്ലാവർക്കും നമസ്കാരം. എന്താണ് ഡയബറ്റിക് റെറ്റിനോപ്പതി? പ്രമേഹം നമ്മുടെ കണ്ണിൻ്റെ ഞരമ്പുകളെ അഥവാ റെറ്റിനയെ ബാധിക്കുന്ന അവസ്ഥയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെ കണ്ടെത്താം? അതായത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച ഞരമ്പായ റെറ്റിനയെ പ്രമേഹം ബാധിക്കുമ്പോൾ സാധാരണ തുടക്ക സ്റ്റേജസിൽ കണ്ണിൻ്റെ ഞരമ്പിലോ രോഗിക്കോ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് പ്രമേഹ രോഗികളായ എല്ലാവരും പ്രമേഹം സ്ഥിരീകരിച്ചതിന് ശേഷം വർഷത്തിൽ ഒരു പ്രാവശ്യം കാഴ്ച ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കാഴ്ച ഞരമ്പ് കണ്ണിൽ തുള്ളിമരുന്ന് ഒഴിച്ച് ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്താണ് ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ലക്ഷണങ്ങൾ? ഇനീഷ്യൽ സ്റ്റേജസിൽ, അതായത് തുടക്ക അവസ്ഥയിൽ ഒരു പേഷ്യൻറ്റിനും ഒരു ലക്ഷണങ്ങളും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാഴ്ച മങ്ങലോ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പ്രമേഹം നമ്മുടെ കണ്ണിൻ്റെ ഞരമ്പിനെ ബാധിച്ച് കണ്ണിൻ്റെ ഞരമ്പിൽ നീർക്കെട്ടോ ബ്ലീഡിങ്ങോ ഉണ്ടായതിനു ശേഷം മാത്രമേ രോഗിക്ക് ഈ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയുള്ളൂ. അതായത് കണ്ണിൻ്റെ മുൻപിൽ ചെറിയ കറുത്ത കുത്തുകൾ പോലെയോ, കണ്ണിലോട്ട് ചില ഭാഗങ്ങൾ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ഫീൽഡിൽ ചില ഭാഗങ്ങൾ കാണാത്ത പോലെയോ, കണ്ണിൻ്റെ മുന്നിൽ വലിയൊരു കറുത്ത വട്ടം പോലെയോ പേഷ്യൻ്റ് പറഞ്ഞേക്കാം. പ്രമേഹം നമ്മുടെ കണ്ണിൻ്റെ ഞരമ്പിലെ റെറ്റിനയുടെ ചെറിയ രക്തക്കുഴലുകളെയാണ് ബാധിക്കുക. അത് ഇനീഷ്യൽ സ്റ്റേജസിൽ രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന ചെറിയ മൈന്യൂട്ട് ഡയലറ്റേഷൻ, അതായത് വികാസം, ഇതിൻ്റെ ഭാഗമായി കണ്ണിൻ്റെ ഞരമ്പിലെ റെറ്റിനയിലെ രക്തക്കുഴലിൽ നിന്ന് നീർക്കെട്ട് വരിക, ബ്ലീഡിങ് വരിക, കണ്ണിൻ്റെ ഞരമ്പിലോട്ടുള്ള രക്തോട്ടം കുറയുക, അതിൻ്റെ ഭാഗമായി കണ്ണിൻ്റെ ഞരമ്പിൽ പുതിയ രക്തക്കുഴലുകൾ വളർന്നു വരികയും അത് ബ്ലീഡ് ചെയ്യുകയും ലാസ്റ്റ് സ്റ്റേജസിൽ കണ്ണിൻ്റെ ഞരമ്പ് വിട്ടുപോകുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നേക്കാം. ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന അവസ്ഥയിൽ എന്തൊക്കെ ചികിത്സാ രീതികളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? അതിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് സ്ട്രിക്റ്റ് കൺട്രോൾ ഓഫ് ഡയബറ്റീസ്, അതായത് ഷുഗർ നല്ല നിയന്ത്രണമായിട്ടുള്ള അവസ്ഥയിലോട്ട് എത്തിക്കുക. അതുകൂടാതെ ചില പേഷ്യൻസ് ഹൈപ്പർ ടെൻസീവ് ആയിരിക്കാം, കൊളസ്ട്രോൾ ഉള്ള പേഷ്യൻസ് ആയിരിക്കും, ഇതെല്ലാം കൺട്രോൾ ആയിരിക്കണം. അതുകൂടാതെ നമുക്ക് കണ്ണിനായിട്ട് ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ ബ്ലീഡിങ്ങോ തിക്നെസ് പരിശോധിച്ചതിന് ശേഷം ചിലർക്ക് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരാം, ചിലർക്ക് ലേസർ ചെയ്യേണ്ടി വരാം. ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഷുഗറും കൺട്രോൾ ആയിരിക്കണം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുള്ള പൂർണ്ണമായ ഒരു അന്ധതയിലോട്ട് പേഷ്യന്റിനെ നീങ്ങുന്നത് തടയാം.